കാലിക്കറ്റ് സർവകലാശാലയിലെ സെമിനാർ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്ന VC MK ജയരാജിൽ നിന്ന് രാജ്ഭവൻ ഇന്ന് വിശദീകരണം തേടും. ബാനർ വിഷയത്തിൽ VC ഇന്ന് മറുപടി നൽകും. ഇത് സംബന്ധിച്ച ശേഷമാകും തുടർ നടപടി ഉണ്ടാവുക. VA ഗിരീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഗവർണറുടെ യൂണിവേഴ്സിറ്റി സന്ദർശനവും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമെല്ലാം വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. ഗവർണർ തന്നെ VCയോട് വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. VC ഇന്നിപ്പോൾ എപ്പോഴാകും വിശദീകരണം നൽകുക എന്നതിൽ വ്യക്തത വരുന്നുണ്ടോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? കാലിക്കറ്റ് സർവകലാശാലയിലെ സെമിനാർ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന VC MK ജയരാജിന് രാജ്ഭവൻ ഇന്ന് നോട്ടീസ് നൽകിയേക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇതിൽ എന്ത് സാഹചര്യത്തിലാണ് ഈ സെമിനാറിൽ നിന്ന് വിട്ടുനിന്നത് എന്ന് വിശദീകരിക്കണം എന്നുള്ളതാണ് നോട്ടീസിൽ ആവശ്യപ്പെടുക. മാത്രമല്ല VC ചുമതലപ്പെടുത്താത്തത് എന്ത് എന്ന് നോട്ടീസിൽ ആരായും. ഇതിനുള്ള മറുപടി ലഭിച്ച ശേഷമായിരിക്കും VCയുടെ എതിരെയുള്ള നടപടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുക. ഏതായാലും സർവകലാശാല ക്യാമ്പസിൽ SFI ബാനർ ഉയർത്തിയ വിഷയത്തിൽ VC ഇന്ന് മറുപടി നൽകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. രാവിലെ തന്നെ രാജ്ഭവന് VC മറുപടി നൽകും. ഇതിന്റെ അടിസ്ഥാനത്തിലാകും രാജ്ഭവൻ ഗവർണറും തുടർ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കുക. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ഉയർത്തിയിരിക്കുന്ന എല്ലാ ബാനറുകളും നീക്കം ചെയ്യാൻ ഗവർണർ VC-മാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതനുസരിച്ച് കേരള സർവകലാശാല ആസ്ഥാനത്ത് ഉൾപ്പെടെ ഉയർത്തിയ ബാനറുകൾ നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം VC സർവകലാശാല രജിസ്ട്രാർക്കും നൽകിയിട്ടുണ്ട്. മറ്റ് സർവകലാശാലകളിലും ഇതനുസരിച്ചുള്ള നടപടികൾ ഇന്നുണ്ടായേക്കും. പ്രവിത, അതോടൊപ്പം തന്നെ കടുത്ത നടപടിയിലേക്ക് ഗവർണർ കടക്കും എന്നുള്ളൊരു സൂചന മുൻപുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള തീരുമാനമൊക്കെ VCയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകുമോ? പ്രവിത, ഇക്കാര്യത്തിൽ VCയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടി ഉണ്ടാകുക. നേരത്തെ ഒരു ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നു. സർവകലാശാല ക്യാമ്പസുകളിൽ ബാനറുകൾ പാടില്ല എന്ന ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ VCയുടെ റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷമാകും തുടർ നടപടി സ്വീകരിക്കുക. ഏതായാലും കൂടുതൽ പ്രകോപനം ഉണ്ടാക്കുന്ന നടപടികളിലേക്ക് ഗവർണർ പോകില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രവിത, ശരി. VA ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. കാലിക്കറ്റ് സർവകലാശാലയിലെ സെമിനാർ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്ന VC MK ജയരാജിൽ നിന്ന് രാജ്ഭവൻ ഇന്ന് വിശദീകരണം തേടും. ബാനർ വിഷയത്തിൽ VC ഇന്ന് മറുപടി നൽകുകയും ചെയ്യും. ഇത് പരിശോധിച്ച ശേഷമാകും തുടർ നടപടി ഉണ്ടാവുക എന്നാണ് VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് നൽകുന്ന വിവരം. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിനെതിരെ സമരം വ്യാപിപ്പിച്ച് കോൺഗ്രസ്. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും ഇന്ന് നടത്തും. സമരം അക്രമാസക്തമാക്കാനാണ് സാധ്യത. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി അധികാരത്തിലെത്തിയ ശേഷമുള്ള ആദ്യ സമരം കൂടിയാണിത്. പോലീസിനെതിരെ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിനും ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. പ്രതിഷേധ മാർച്ചിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. 5 ലക്ഷം പ്രവർത്തകർ മാർച്ചിൽ അണിനിരക്കുമെന്നാണ് KPCCയുടെ പ്രഖ്യാപനം. 23-ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് KPCC മാർച്ച് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉണ്ടാകില്ല. നവകേരള സദസ്സ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കും. കൊല്ലം ജില്ലയിലെ പര്യടനം ഇന്ന് അവസാനിക്കും. നവകേരള യാത്രയിലെ അവസാന മന്ത്രിസഭാ യോഗവും ഇന്നാണ് ചേരുക. ഇന്ന് യോഗം കൊല്ലത്താകും ചേരുക. ഗവർണർക്കെതിരായ കേന്ദ്രത്തിന് കത്തയക്കുന്ന വിഷയം പ്രധാനമായും ചർച്ചയാകും. അതിനുശേഷം ഇരവിപുരം മണ്ഡലത്തിലാണ് ഇന്നത്തെ ആദ്യ പരിപാടി. പിന്നീട് ചടയമംഗലം മണ്ഡലത്തിൽപ്പെട്ട കടക്കലും പിന്നീട് ചാത്തന്നൂരും നവകേരള സദസ്സ് എത്തും. വൈകിട്ട് സംഘം തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കും. 6:30 വർക്കലയിലാണ് ആദ്യ പരിപാടി. MP-മാർക്കെതിരായ കൂട്ടുനടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം. സഭയ്ക്കുള്ളിൽ പ്രതിഷേധം കടുപ്പിക്കും. ഇരുസഭകളിൽ നിന്നായി 141 MP-മാരാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗങ്ങൾ പാർലമെന്റ് പുറത്തും പ്രതിഷേധം തുടരും. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമെല്ലാം വലിയ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 141 MP-മാരെ സസ്പെൻഡ് ചെയ്ത ശേഷവും സഭാ നടപടികൾ എങ്ങനെ കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഭരണപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്? ഒപ്പം പാർലമെന്റിലെ ഇന്നത്തെ മറ്റ് പരിപാടികൾ എന്തൊക്കെയായിരിക്കും? പ്രവിത, ഈ പാർലമെന്റ് നടപടികളിൽ ഏതെങ്കിലും വിധത്തിലുള്ള നിയമനിർമ്മാണ നടപടികളിൽ ഒരു മാറ്റം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ സംഹിത, ഈ ബില്ലുകൾ അത് നമ്മുടെ നിലവിലുള്ള ക്രിമിനൽ നടപടി ചട്ടങ്ങളുടെ പരിഷ്കരണ
രൂപമാണ് ആ CPC-യും തെളിവ് നിയമവും അടക്കമുള്ളവ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ്. ആ നടപടിക്രമങ്ങൾ ഇന്ന് ലോക്സഭയിൽ പൂർത്തിയാക്കും. ഇന്നലെ 3 ബില്ലുകളും സഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിച്ചിരുന്നു. ഇന്ന് അദ്ദേഹം ഈ ചർച്ചകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ഈ ബില്ലുകൾ പാസ്സാക്കുന്നത്. ഈ സമ്മേളനത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഈ 3 ബില്ലുകളും പാസ്സാക്കുക, പ്രതിപക്ഷം ഇല്ലെങ്കിൽ പോലും പാസ്സാക്കുക എന്നൊരു നിലപാടിലേക്ക് ഭരണപക്ഷം എത്തി നിൽക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ തള്ളുകയും ചെയ്യുന്നുണ്ട് ഭരണപക്ഷം. അതേസമയം ഇന്നും ശക്തമായിട്ടുള്ള പ്രതിഷേധം തുടരാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷം ഉള്ളത്. 2 സഭകളിലും രാവിലെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കം നടുത്തളത്തിലേക്ക് ഇറങ്ങുന്ന വിധത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. ഇന്നലെ ശശി തരൂർ, കെ സുധാകരൻ അടക്കമുള്ളവർ ലോക്സഭയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്നു. 50ഓളം പേരാണ് ഇന്നലെ മാത്രം സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്നും സമാനമായിട്ടുള്ള പ്രതിഷേധം ഉയർത്താനാണ് സഭയ്ക്കുള്ളിൽ തീരുമാനം. ഒപ്പം സഭയ്ക്ക് പുറത്ത് ഗാന്ധിപ്രതിമയ്ക്ക് മുന്നിൽ നടത്തുന്ന പ്രതിഷേധ പരിപാടികളും ഇന്ന് തുടരും. വളരെ ശക്തമായിട്ട് ഈ പ്രതിഷേധ പരിപാടികൾ സഭയ്ക്ക് അകത്തും പുറത്തും ഇന്നും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷമുള്ളത്. രാധാകൃഷ്ണൻ, അതേസമയം തന്നെ ഇന്നലെ വലിയ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ നടപടികൾ നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു സഭയിൽ. ഇന്നും ഇപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധം നടക്കുമ്പോൾ ആ പ്രതിഷേധം കൂടി മറികടക്കുക എന്ന ഉദ്ദേശവും ഉണ്ടോ സർക്കാരിന്? സർക്കാരിനെ സംബന്ധിച്ച് ഓരോ ദിവസവും ഈ പ്രതിപക്ഷ നിരയുടെ എണ്ണം കുറയുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിന് ഈ സഭാ നടപടികൾ നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് വലിയ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഇതിലൊരു ധാർമ്മികമായിട്ടുള്ള ഒരു ചോദ്യം, ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ബില്ലുകൾ വരുമ്പോൾ അത് ഏകപക്ഷീയമായിട്ട് അഥവാ വിമർശനങ്ങൾക്ക് ഇടം നൽകാത്ത വിധത്തിലുള്ള ചർച്ച അംഗീകരിക്കാതെ വേഗത്തിൽ പാസാക്കി പോകുന്ന ഒരു നടപടി അത് ഉചിതമാണോ എന്നുള്ളതാണ്. പക്ഷെ സർക്കാർ ഇപ്പോൾ പറയുന്നത് ഇക്കാര്യത്തിൽ തങ്ങൾക്കല്ല വീഴ്ച പറ്റിയത്, പ്രതിപക്ഷത്തിനാണ് എന്ന ഒരു ന്യായമാണ് അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം ഉയർന്നാലും ഒരുപക്ഷെ ആവശ്യമെങ്കിൽ ഈ അച്ചടക്ക നടപടികൾ സമാനമായിട്ട് ഇന്നലെ 50 പേരെയാണ് ലോക്സഭയിൽ സസ്പെൻഡ് ചെയ്തത്. സമാനമായിട്ട് ഉള്ള നടപടികളിലേക്ക് കടന്ന് മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യമായിരിക്കും സർക്കാർ ഒരുക്കുക. 2 ദിവസം മാത്രമാണ്, 22-ാം തീയതി വരെയുള്ളൂ ഈ സമ്മേളനം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബാക്കിയുള്ള ബില്ലുകളെല്ലാം പാസാക്കി സഭാ നടപടികൾ, പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടെങ്കിലും നിയമനിർമ്മാണ നടപടികളിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകില്ല എന്ന് വ്യക്തമാക്കി ബില്ലുകളെല്ലാം പാസാക്കി സഭ പിരിയുക എന്നൊരു നയത്തിലാണ് ഇപ്പോൾ സർക്കാർ ഊന്നിയിരിക്കുന്നത്. രാധാകൃഷ്ണൻ, അത് മാത്രമല്ല ഈ കൂടുതൽ പ്രതിപക്ഷ MP-മാർ ഇത്തരത്തിൽ സസ്പെൻഷൻ വരിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഇന്നലെ തന്നെ മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കിയാണ് പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശശി തരൂര്, കെ സുധാകരൻ, മനീഷ് തിവാരി അടക്കമുള്ള പ്രധാനപ്പെട്ട സുപ്രിയ സുലെ അടക്കമുള്ള നേതാക്കന്മാർ, ഫാറൂഖ് അബ്ദുള്ള അടക്കമുള്ള സഭയിലെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള ഫാറൂഖ് അബ്ദുള്ള അടക്കമുള്ള നേതാക്കന്മാരാണ് ഇന്നലെ സസ്പെൻഷന് വിധേയരായിട്ടുള്ളത്. ഇന്ന് ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യം വീണ്ടും ലോക്സഭയിലും രാജ്യസഭയിലും ഉണ്ടാകും. ആ വിധത്തിലായിരിക്കും തങ്ങളുടെ പ്രതിഷേധമെന്ന് ഇപ്പോൾ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നുണ്ട്. അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് ഇതേ വിഷയത്തിൽ ഇന്ന് വീണ്ടും നൽകിയിട്ടുണ്ട്. ഈ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി ലഭിക്കാത്ത ഒരു സാഹചര്യം സഭയിൽ ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ മറുപടി പറയണം. ഇന്ന് ആഭ്യന്തരമന്ത്രി സഭയിൽ മറുപടി പറയുന്നുണ്ട്, ലോക്സഭയിൽ മറുപടി പറയുന്നുണ്ട്. അത് ഈ ക്രിമിനൽ നടപടി ചട്ടങ്ങളുടെ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലുകളുടെ ചർച്ച ഉപസംഹരിച്ചാണ് അദ്ദേഹം മറുപടി പറയുന്നത്. ഒരുപക്ഷെ അദ്ദേഹം സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ വിഷയത്തെയും പ്രതിപാദിക്കും എന്ന ചില സൂചനകളുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും പ്രതിപക്ഷം പറയുന്നത് ഈ വിഷയത്തിൽ ഊന്നി ഉള്ള മറുപടി ആഭ്യന്തരമന്ത്രി പറയണം എന്നുള്ളതാണ്. പ്രവിത. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. MP-മാർക്കെതിരായ കൂട്ട നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സഭയ്ക്കുള്ളിൽ പ്രതിഷേധം കടുപ്പിക്കും. ഇരുസഭകളിൽ നിന്നായി ഇതുവരെ 141 MP-മാരാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. അതേസമയം തന്നെ നിരവധി ബില്ലുകൾ ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വരുന്നുമുണ്ട്. ഇതിൽ നിന്ന് മാറ്റമുണ്ടാകില്ല എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത്. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ക്രിമിനൽ നിയമങ്ങൾ പരിഷ്കരിക്കുന്ന ബില്ലുകൾ പാസാക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറില്ല. പുതിയ നിയമങ്ങൾ ഇന്ന് ലോക്സഭ പാസാക്കും. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ സംഹിത ബില്ലുകളാണ് ഇന്ന് പാസാക്കുക. 3 ബില്ലുകൾ നാളെ രാജ്യസഭയിലും അവതരിപ്പിക്കും. പാർലമെന്റ് അതിക്രമത്തിനായി പ്രതികൾ ആസൂത്രണം നടത്തിയത് വാട്സാപ്പ് വഴിയെന്ന് ഡൽഹി പോലീസ്. സിഗ്നൽ ആപ്പ് വഴിയും പ്രതികൾ ആശയവിനിമയം നടത്തിയതായി കണ്ടെത്തൽ. കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ്. നശിപ്പിച്ചതായി പ്രതികൾ മൊഴി നൽകിയ സിം കാർഡ് കണ്ടെത്താനായി കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമിന്റെ സഹായം തേടിയിട്ടുണ്ട്.
ജാതി സെൻസസ് വിഷയത്തിൽ അമിത്ഷായുടെ പ്രസ്താവന തള്ളി RSS. ജാതി സെൻസസ് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയാകുമെന്നാണ് RSSന്റെ നിലപാട്. നിക്ഷിപ്ത താൽപര്യമുള്ള ചില സംഘടനകൾക്കും വ്യക്തികൾക്കുമാണ് ജാതി സെൻസസ് നേട്ടമാവുക. നാഗ്പൂരിലെ RSS ആസ്ഥാനത്തെത്തിയ BJP ശിവസേന പ്രതിനിധികളോട് നിലപാട് വ്യക്തമാക്കി. ജാതികളല്ല സമൂഹവും രാഷ്ട്രവുമാണ് പ്രധാനമെന്ന് സന്ദേശം പ്രചരിപ്പിക്കാനാണ് നിർദ്ദേശം. ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള UN രക്ഷാസമിതി പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പ് മാറ്റിവെച്ചു. നാളെയാകും വോട്ടെടുപ്പ്. അമേരിക്കയുടെ പിന്തുണ തേടുന്നതിന്റെ ഭാഗമായാണ് വോട്ടെടുപ്പ് മാറ്റിയത്. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസി CIAയുടെ തലവൻ വില്യം ബെൻസ് ഇസ്രായേൽ, ഖത്തർ പ്രതിനിധികളുമായി വാഴ്സോയിൽ ചർച്ച നടത്തി. യുദ്ധത്തിന് ഇടവേളകൾ നൽകാൻ തയ്യാറാണെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് വ്യക്തമാക്കി. എന്നാൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലുമായി ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് ഹമാസ് അറിയിച്ചു. ജബലിയ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുള്ള തങ്ങളുടെ ഓപ്പറേഷൻ പൂർത്തിയായതായി ഇസ്രായേൽ വ്യക്തമാക്കി. ഖാൻ യൂണിസിൽ ആക്രമണം കടുപ്പിക്കും. ചെങ്കടലിൽ വാണിജ്യ കപ്പലുകളെ സംരക്ഷിക്കാനുള്ള അമേരിക്കൻ നീക്കത്തെ ഹൂതികൾ അപലപിച്ചു. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. ഇന്ന് 90,000 പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. മണ്ഡലപൂജയോടനുബന്ധിച്ചുള്ള തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് മുന്നൊരുക്കം തുടങ്ങി. ഇന്നലെ ആരംഭിച്ച ഭക്തജന പ്രവാഹം ഇപ്പോഴും തുടരുകയാണ്. അപ്പാച്ചിമേട് വരെയാണ് ക്യൂ. പമ്പയിൽ ഭക്തരെ നിയന്ത്രിച്ച ശേഷമാണ് കടത്തിവിടുന്നത്. നിലയ്ക്കലും മറ്റിടത്താവളങ്ങളിലും വാഹനങ്ങൾ തടയുന്നുണ്ട്. മണിക്കൂറിൽ 4500 വരെ ആളുകൾ 18ാം പടി ചവിട്ടുന്നുണ്ട്. 30% സ്ത്രീകളും കുട്ടികളുമായതിനാൽ കൂടുതൽ ആളുകളെ പടി കയറ്റുന്നതിൽ പരിമിതിയുമുണ്ട്. നെയ്യഭിഷേകം കഴിഞ്ഞ ഭക്തരെ സന്നിധാനത്ത് തങ്ങാൻ അനുവദിക്കുന്നില്ല. തിരക്ക് നിയന്ത്രിക്കാൻ 100 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടുതലായി നിയോഗിച്ചു. നിലവിലുള്ള 2500 പോലീസുകാർക്ക് പുറമെയാണിത്. ഇപ്പൊ തന്നെ 1250ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ സന്നിധാനത്ത് നിയോഗിച്ചിട്ടുണ്ട്. അതിൽ 80% പോലീസ് ഉദ്യോഗസ്ഥരെ ഇന്ന് ചേഞ്ച് ചെയ്തു. ഫേസ് ഡ്യൂട്ടിക്കായിട്ട് 80% ആളുകളെ ചേഞ്ച് ചെയ്തു. ബാക്കി 50% വരുന്ന 22-21 തീയതികളിലായിട്ട് അവർ മാറ്റും. 50% ആളുകൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം അവരുടെ എക്സ്പീരിയൻസ് പുതിയതായിട്ട് വന്ന ആളുകൾ ഷെയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പുതിയ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്ന ആളുകൾ. അതുകൂടാതെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി 100ഓളം പോലീസ് ഉദ്യോഗസ്ഥർ വീണ്ടും നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുകയാണ്. 750 പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി ഇന്നലെ അവസാനിക്കുകയും പകരം പുതിയ ആളുകൾ ചുമതലയേൽക്കുകയും ചെയ്തു. നിലവിലുള്ള പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥർക്കൊപ്പമാണ് ഇവർ ജോലി ചെയ്യുന്നത്. അതിനാൽ പരിചയക്കുറവ് പ്രതിസന്ധിയാകില്ലെന്നാണ് വിലയിരുത്തൽ. 24 സന്നിധാനം. വണ്ടിപ്പെരിയാർ പോക്സോ കൊലപാതകത്തിലെ പ്രതിയെ വെറുതെ വിട്ട കട്ടപ്പന കോടതിയുടെ വിധി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് 6 വയസ്സുകാരിയുടെ മാതാപിതാക്കൾ സ്വകാര്യ ഹർജി നൽകും. ഇതിനായി കുടുംബാംഗങ്ങൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുമായി കൂടിക്കാഴ്ച നടത്തും. സർക്കാർ നൽകുന്ന ഹർജിയിലും കുടുംബം കക്ഷി ചേരും. സാക്ഷിമൊഴികളും വിധിപ്പകർപ്പുകളും മറ്റ് തെളിവുകളും വിശകലനം ചെയ്ത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. കുട്ടി ബലാത്സംഗത്തിനിരയായെന്ന് കോടതി കണ്ടെത്തിയിട്ടും വിധിയിൽ തുടർ നടപടി സംബന്ധിച്ച് പരാമർശമില്ലാത്തതായിരിക്കും പ്രധാനമായും ഉന്നയിക്കുക. നിലവിലെ വിധി റദ്ദു ചെയ്യുന്നതിനും കേസിൽ അർജുനെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകളും ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും കുടുംബം DGP അറിയിക്കും. ജഡ്ജിമെന്റ് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ രീതിക്ക് തന്നെ പോകാനാണ്. അപ്പോൾ അത് റദ്ദ് ചെയ്തിട്ട് അവനെ വീണ്ടും അറസ്റ്റ് ചെയ്യണം. ഈ FIR നിലനിർത്തിക്കൊണ്ട് വീണ്ടും കേസിന് പോകണമെന്നാണ്. SC/ST അട്രോസിറ്റി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതിനെക്കുറിച്ചും കൂടെ ആലോചിച്ചിട്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടേ പോകത്തുള്ളൂ. പ്രതി അർജുൻ തന്നെയെന്നാണ് കുടുംബം ഇപ്പോഴും പറയുന്നത്. സംസ്ഥാന ബാലാവകാശ കമ്മീഷനും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. വെറുതെ വിട്ട വിധിയുടെ ആഘാതത്തിൽ കഴിയുന്ന കുടുംബത്തിന് ആശ്വാസം പകരാൻ വിവിധ സംഘടനകളിൽ നിന്നുള്ളവർ വീട്ടിലെത്തുന്നുണ്ട്. നാളെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. 24 ഇടുക്കി. ഡോക്ടർ ഷഹ്നയുടെ ആത്മഹത്യയിൽ ജാമ്യം ആവശ്യപ്പെട്ട് പ്രതി റുവൈസ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് പ്രതിയുടെ വാദം. 3 മാസമായി ഷഹ്നയുമായി ബന്ധമില്ലെന്നും ഹർജിയിലുണ്ട്. ഷഹ്നയുടെ ആത്മഹത്യയിൽ പങ്കില്ലെന്നും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് എന്നുമാണ് റുവൈസിന്റെ ആരോപണം. പഠനത്തിന് ശേഷം വിവാഹം നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ വിവാഹം വേഗം വേണമെന്ന് ഷഹ്ന നിർബന്ധിച്ചിരുന്നു. ഇത് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നതായും റുവൈസിന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നു.
തെക്കൻ തമിഴ്നാട്ടിൽ പ്രളയ ദുരിതം തുടരുന്നു. തിരുനെൽവേലി, തൂത്തുക്കുടി ജില്ലകളിലാണ് പ്രതിസന്ധി രൂക്ഷം. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ഇന്ന് പ്രളയബാധിത മേഖലകൾ സന്ദർശിക്കും. ഇന്നലെ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സ്റ്റാലിൻ കൂടിക്കാഴ്ച നടത്തി. പ്രളയ മേഖലകളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വെള്ളക്കെട്ടിനെ തുടർന്ന് ശ്രീവൈകുണ്ഠത്ത് ട്രെയിനിൽ കുടുങ്ങിയ മുഴുവൻ യാത്രക്കാരെയും ഇന്നലെ രക്ഷപ്പെടുത്തി. കനത്ത മഴയിൽ ഇതുവരെ 10 പേരാണ് 4 ജില്ലകളിലായി മരിച്ചത്. തിരുനെൽവേലി വഴിയുള്ള ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. MG പ്രതീഷ് ചേരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി. പ്രതീഷ് ഇപ്പോഴുള്ളത് തൂത്തുക്കുടിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? പ്രവിധ, തമിഴ്നാട്ടിലെ തെക്കൻ മേഖലകളിൽ മഴക്കെടുതി ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ഒരു ദിവസമായി മഴയ്ക്ക് ശമനമുണ്ട്. മഴ പെയ്തിട്ടില്ല. പക്ഷേ ഈ വലിയ തരത്തിലുള്ള പ്രളയപ്പെയ്ത്തിനെ തുടർന്നുണ്ടായ മഴക്കെടുതികളിലാണ് ഇപ്പോൾ നിരവധി ജനങ്ങൾ ദുരിതം പേറുന്നത്. ആയിരക്കണക്കിന് ആളുകൾ പല മേഖലകളിലായി ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. തിരുനെൽവേലിയിലും തൂത്തുക്കുടിയിലുമാണ് ഈ പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചത്. കാരണം ഈ വലിയ തരത്തിൽ റെക്കോർഡ് മഴയായിരുന്നു തെക്കൻ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡാമുകളിൽ വെള്ളം നിറയുകയും ഡാമുകൾ അപ്രതീക്ഷിതമായി തുറക്കുന്ന ഒരു സാഹചര്യവുമാണ് തെക്കൻ തമിഴ്നാട്ടിൽ ഉണ്ടായത്. ഇതാണ് താഴ്ന്ന മേഖലകളെ അടക്കം മുക്കുന്ന നിലയിലേക്ക് പോയത്. തിരുനെൽവേലിയിലെയും തൂത്തുക്കുടിയിലെയും പല മേഖലകളിൽ ഇപ്പോഴും രൂക്ഷമായ വെള്ളക്കെട്ട് നിലനിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൂത്തുക്കുടി മേഖലയിലാണ്. എനിക്ക് പുറകിൽ കാണുന്നത് പാടങ്ങളാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശങ്ങൾ സംഭവിച്ച പാടങ്ങളുടെ സമീപമാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല. വലിയ തരത്തിൽ കൃഷിനാശമടക്കം തൂത്തുക്കുടി മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട്. തൂത്തുക്കുടിയിലും തിരുനെൽവേലിയിലും ഒരു കാർഷിക മേഖല കൂടിയാണ്. നിരവധി ഗ്രാമങ്ങളും ഒപ്പം കൃഷിയിടങ്ങളുമുള്ള ഒരു മേഖല കൂടിയാണ്. അവിടെയൊക്കെ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട്. അതിലധികം വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. തിരിച്ച് വീടുകളിലേക്ക് മടങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിരവധി ആളുകൾക്ക്. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോഴും ക്യാമ്പുകളിലും ഓഡിറ്റോറിയങ്ങളിലും അടക്കം ഇപ്പോഴും കഴിയുകയാണ്. മാത്രമല്ല ഈ തമിഴ്നാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ആരോപണങ്ങളും വിമർശനങ്ങളും ഉയരുന്നുണ്ട്. പല ഗ്രാമങ്ങളിലും പല മേഖലകളിലും രക്ഷാപ്രവർത്തകർ എത്തിയില്ല, ആവശ്യമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഓരോ ഇടങ്ങളിൽ ചെല്ലുമ്പോഴും നാട്ടുകാരടക്കം പറയുന്നത്. അത്തരത്തിൽ വലിയ തരത്തിൽ ദുരിതം പേറുന്ന ഒരു കാഴ്ചയാണ് തെക്കൻ തമിഴ്നാട്ടിൽ നിന്ന് കാണാനുള്ളത്. മഴ മാറി നിൽക്കുന്നു എന്നുള്ള ഒരു ആശ്വാസമുണ്ട്. പക്ഷേ ഈ താഴ്ന്ന മേഖലകളിൽ ഉള്ള വെള്ളക്കെട്ട് എപ്പോൾ മാറും, വെള്ളം എപ്പോൾ ഇറങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു തരത്തിലും ഒരു പറയാൻ കഴിയില്ല. എപ്പോൾ വെള്ളം മാറുമെന്ന കാര്യത്തിൽ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ദുരിതം ഇനിയും ദിവസങ്ങൾ നീണ്ടു നിൽക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ തിരുനെൽവേലിയിലെ പ്രധാന പട്ടണങ്ങളിലടക്കം വെള്ളം കയറിയിരുന്നു. ആ വെള്ളമൊക്കെ തന്നെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള സർവീസുകൾ ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം ബസ് സ്റ്റാൻഡിലടക്കം ഇപ്പോഴും വെള്ളം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സർക്കാർ സർവീസുകൾ, ഗതാഗത സർവീസുകൾ അടക്കം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ട്രെയിൻ ഗതാഗതമടക്കം താറുമാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീവൈകുണ്ഠത്ത് ട്രെയിനിൽ കുടുങ്ങിയ നിരവധി പേരെ ഇന്നലെ വളരെ പണിപ്പെട്ടാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള NDRF സംഘം എത്തി രക്ഷപ്പെടുത്തിയത്. എന്തായാലും ഈ വലിയ തരത്തിൽ മഴക്കെടുതികൾ തെക്കൻ തമിഴ്നാട്ടിനെ ബാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഈ ആളുകൾക്ക് ഒരു ഈ മഴക്കെടുതികളിൽ നിന്ന് മോചനം ലഭിക്കാൻ ദിവസങ്ങളും ആഴ്ചകളും എടുക്കുമെന്ന് തന്നെയാണ് സർക്കാരും വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉച്ചയോടുകൂടി തന്നെ ഈ ദുരന്ത മേഖലകൾ സന്ദർശിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്നലെ പ്രധാനമന്ത്രിയുമായി MK സ്റ്റാലിൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തമിഴ്നാട്ടിലെ പ്രളയക്കെടുതി, നാശനഷ്ടങ്ങൾ സംഭവിച്ചുള്ള എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രിയുമായി സംസാരിച്ചുവെന്നാണ് മുഖ്യമന്ത്രി അറിയിക്കുന്നത്. ഒപ്പം തമിഴ്നാട്ടിന് ആവശ്യമായ സഹായങ്ങൾ നൽകണമെന്ന ഒരു അഭ്യർത്ഥനയും മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. 10:30യോടുകൂടി തന്നെ ചെന്നൈയിലെത്തും. ചെന്നൈയിൽ നിന്നായിരിക്കും ദുരന്ത മേഖലകളായ തൂത്തുക്കുടിയും തിരുനെൽവേലിയും MK സ്റ്റാലിൻ സന്ദർശിക്കുക. മാത്രമല്ല ഈ പ്രളയവുമായി ബന്ധപ്പെട്ട മറ്റ് പാർട്ടികൾ, BJP അടക്കമുള്ള പാർട്ടികൾ അതൊരു രാഷ്ട്രീയമായ ഒരു ആയുധമാക്കി മാറ്റിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് MK സ്റ്റാലിൻ ദുരന്ത മേഖലകൾ സന്ദർശിക്കുന്നത്. പ്രതീക്ഷ, അതോടൊപ്പം തന്നെ ഈ മേഖലയിലുള്ളവർക്ക് ഇത്തരം ദുരിതമൊന്നും നേരിട്ട് പരിചയമില്ല. തമിഴ്നാടിനെ സംബന്ധിച്ച് അത്തരം മഴയൊന്നും ഇവിടെ ലഭിക്കാറുമില്ല. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം നിലവിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഒപ്പം തന്നെ എങ്ങനെയാണ് കാലാവസ്ഥാ പ്രവചനം? ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ടോ?
പ്രവിധ മഴ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ നിലവിൽ അപകടകരമായ ഒരു അവസ്ഥ തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിലില്ല. രക്ഷാപ്രവർത്തനം പൂർണ്ണമായും ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രളയക്കെടുതികൾ മാത്രമാണ് ജനങ്ങളെ വലയ്ക്കുന്നത്. വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വീടുകളിലേക്ക് മടങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ തെക്കൻ തമിഴ്നാട് കണ്ടിട്ടില്ലാത്ത തരത്തിൽ, ഈ ഒരു തലമുറ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രളയക്കെടുതിയാണ് ഉണ്ടായത്. കാരണം 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രളയം തിരുനെൽവേലിയെയും തൂത്തുക്കുടിയെയും വിഴുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. ശക്തമായ മഴയും അത്തരത്തിലൊരു വെള്ളപ്പൊക്കങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഈ നഗരത്തെയും ഗ്രാമത്തെയും ഒന്നുപോലെ മുക്കിക്കളയുന്ന തരത്തിലൊരു പ്രളയം ഇതുവരെ കണ്ടിട്ടില്ല. 1992 ഇതിനു മുമ്പ് തിരുനെൽവേലിയെ വലിയ തരത്തിലൊരു പ്രളയം ബാധിച്ചത്. പക്ഷേ ഈ വലിയ ശക്തമായ മഴയൊന്നും തന്നെ ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടാക്കാനുള്ള ഒരു കാരണമായി എന്ന് നാട്ടുകാരടക്കം പറയുന്നില്ല. പക്ഷേ ഇവർ പ്രധാനമായും പറയുന്നത് ഈ റെക്കോർഡ് മഴ രേഖപ്പെടുത്തി, ഒപ്പം ഈ അണക്കെട്ടുകൾ മുന്നറിയിപ്പില്ലാതെ തുറന്നു എന്നതാണ് പ്രധാനമായും ഇത്തരത്തിലൊരു വെള്ളക്കെട്ടിലേക്ക് നയിച്ചതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. മാത്രമല്ല വലിയ തരത്തിൽ വെള്ളം താഴ്ന്ന മേഖലകളിലേക്ക് ഇരച്ചെത്തിയിട്ടും ആളുകൾക്ക് വേണ്ട മുന്നറിയിപ്പുകൾ നടത്തിയില്ല, രക്ഷാപ്രവർത്തനം മുൻകൂട്ടി നടത്തിയില്ല. ഇതൊക്കെയാണ് പ്രധാനമായും ഉയരുന്ന ആരോപണങ്ങൾ. എന്തായാലും വലിയ തരത്തിൽ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു. ഈ മഴക്കെടുതിയിൽ പലരും വലിയ തരത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. സ്കൂളുകൾ ഇന്നും അടഞ്ഞുകിടക്കുകയാണ്. ഇന്നലെ പൊതുവധി പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് പൊതുവധി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ഈ സ്കൂളുകളുടെ പ്രവർത്തനമൊന്നും തന്നെ പല സാധാരണ നിലയിലേക്ക് ആയിട്ടില്ല. പ്രവിധ. MG പ്രതീഷാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വിശദമായ വിവരങ്ങൾ നൽകിയത്. തെക്കൻ തമിഴ്നാട്ടിൽ പ്രളയ ദുരിതം തുടരുകയാണ്. തിരുനെൽവേലി, തൂത്തുക്കുടി ജില്ലകളിലാണ് പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്നത്. പരുക്കിന്റെ പിടിയിലുള്ള ബ്രസീലിയൻ താരം നെയ്മറിന് അടുത്ത വർഷം നടക്കുന്ന കോപ്പ അമേരിക്കയും നഷ്ടമാകും. 2024 ജൂണിൽ നടക്കുന്ന ടൂർണമെന്റിന് മുൻപ് നെയ്മർ പരുക്കിൽ നിന്ന് മുക്തമാകില്ല എന്നാണ് സ്ഥിരീകരണം. ബ്രസീൽ ഡോക്ടർ ലാസ്മാറാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് രഞ്ജു മത്തായി ചേരുന്നുണ്ട്. രഞ്ജു, ഗുഡ് മോർണിംഗ്. നെയ്മർ ആരാധകരെ സംബന്ധിച്ച് നിരാശാജനകമാണ് ഈ വാർത്ത. എന്താണ് ഡോക്ടേഴ്സ് പങ്കുവെക്കുന്ന വിവരങ്ങൾ? പ്രവിധ, തീർച്ചയായും ബ്രസീലിയൻ ആരാധകരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ വാർത്ത എന്നുള്ളത്. നെയ്മറിന്റെ പരിക്ക്, അത് പരിക്കിൽ നിന്ന് അടുത്തൊന്നും സൂപ്പർ താരം നെയ്മർ മുക്തനാകില്ല എന്നുള്ളതാണ് ബ്രസീലിയൻ ഫുട്ബോൾ ടീമിന്റെ ഡോക്ടർ ലാസ്മാർ സ്ഥിരീകരിക്കുന്നത്. എന്തായാലും 2024 ജൂൺ 21 കോപ്പ അമേരിക്ക ആരംഭിക്കുന്നത്. ഇതിനു മുൻപ് ഈ 2024 ജൂണിന് മുമ്പ് നെയ്മറിന് പരിക്കിൽ നിന്ന് ഭേദമാകാൻ കഴിയില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിലാണ് ഉറുഗ്വായ്ക്കെതിരെ നടന്ന മത്സരത്തിലാണ് നെയ്മറിന് പരിക്കേറ്റത്. നെയ്മറിന് ACL ഇഞ്ചുറി ഉണ്ടാകുന്നത്, കാൽമുട്ടിന് പരിക്കേൽക്കുന്നത്. കാൽമുട്ടിന് പരിക്ക്, അതിനുശേഷം നെയ്മറിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുന്നു. സൗദി ക്ലബിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന നെയ്മറുടെ കരാർ തൽക്കാലത്തേക്ക് മരവിപ്പിക്കുന്നു. അങ്ങനെ വളരെ ദുഷ്കരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് താരം കടന്നു പോകുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു തിരിച്ചടി കൂടി നെയ്മറിന് നേരിടേണ്ടി വരുന്നു. ഒരു അന്താരാഷ്ട്ര കിരീടം, കോപ്പ അമേരിക്ക, ലോകകപ്പ്, അങ്ങനെ വലിയ കിരീടങ്ങൾ സ്വപ്നം കണ്ടിരുന്നു നെയ്മർ. പക്ഷേ ഇതിലേക്കൊന്നും എത്താൻ കഴിയാതെ പോവുകയാണ് നെയ്മറിന്. ഈ 2024 നടക്കുന്ന കോപ്പ അമേരിക്കയും നഷ്ടമാകുന്നതോടുകൂടി നെയ്മറിൻ്റെയും ബ്രസീലിൻ്റെയും പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. പ്രവിധ. ശരി, രഞ്ജു മത്തായിയാണ് വിവരങ്ങൾ നൽകിയത്.